രാഷ്ട്രീയ പ്രേരിത പണിമുടക്ക് തള്ളിക്കളയണമെന്ന കെഎസ്ആർടിസി എംപ്ലോയീസ് സംഘം. കെഎസ്ആർടിസി ജീവനക്കാരുടെ സമ്പാദ്യവും തൊഴിലും കവർന്നെടുക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ തയ്യാറാവണമെന്നും കെഎസ്ടി എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി പി.കെ. ബൈജു ആവശ്യപ്പെട്ടു. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി പാലക്കാട് ഡിപ്പോയിൽ നടന്ന പ്രതിഷേധം പി.കെ. ബൈജു ഉദ്ഘാടനം ചെയ്തു. ടേം ജോബ്, കരാർ ജോലി, 12 മണിക്കൂർ ജോലിയെല്ലാം ഇപ്പോൾ തന്നെ കെഎസ്ആർടിസിയിൽ നിലവിലുണ്ട്. കേരളത്തിൽ എല്ലാ തൊഴിലാളി വിരുദ്ധതയും നടപ്പിലാക്കിയ ശേഷം കേന്ദ്രം നടപ്പിലാക്കാത്ത ലേബർ കോഡിനെതിരെ കേരളത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള ദേശീയ പണിമുടക്കിൽ ആത്മാഭിമാനമുള്ള ജീവനക്കാർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. അവൻ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ ₹1 അവന് പെൻഷൻ കിട്ടാത്ത സാഹചര്യത്തിലേക്കാണ് കെഎസ്ആർടിസി പോകുന്നത്. ₹1 പെൻഷനും കിട്ടില്ല. അതുപോലെ തന്നെ അവന് യാത്രാ പാസ് നിഷേധിക്കുന്ന ഒരു ഭരണകൂടമാണ് കെഎസ്ആർടിസി ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കെഎസ്ആർടിസിയിൽ എന്തിന്റെ പേരിലാണ് ഈ പണിമുടക്ക് നടത്തുന്നത്? കെഎസ്ആർടിസിയിൽ കരാർ ജീവനം നിലനിൽക്കുകയാണ്. ഈ കരാർ ജീവനം നിലനിൽക്കുമ്പോൾ കരാർ ജീവനം എതിർക്കപ്പെടണമെന്ന് പറഞ്ഞ് ഈ പണിമുടക്ക് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കെഎസ്ആർടിസിയിൽ മിനിമം കൂലി 500 രൂപയാണ് കൊടുക്കുന്നത്. ഈ 500 രൂപ കൊടുക്കുമ്പോൾ 1000 രൂപ 800 രൂപ കൂലി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ധാർമ്മികതയുടെ പേരിലാണ് ഈ പണിമുടക്ക് ഇവിടെ നടത്തുന്നത്? കെഎസ്ആർടിസി ജീവനക്കാരൻ്റെ PF-ന്റെ തുക അവന് ₹1 പോലും കിട്ടാതെ 2-3 വർഷമായിട്ട് അപേക്ഷിച്ചവർ നിൽക്കുമ്പോൾ PF-ലെ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞ് എന്ത് ധാർമ്മികതയുടെ പേരിലാണ് ഈ പണിമുടക്ക് നടത്തുന്നത്? അതുകൊണ്ട് തീർച്ചയായിട്ടും കെഎസ്ആർടിസിയിൽ ആത്മാഭിമാനമുള്ള ജീവനക്കാരൊന്നും തന്നെ ഈ പണിമുടക്കിനെ പൂർണ്ണമായി തള്ളിക്കളയണമെന്നാണ് BMS ആവശ്യപ്പെടാനുള്ളത്, KST എംപ്ലോയീസ് സംഘം ആവശ്യപ്പെടാനുള്ളത്. തീർച്ചയായിട്ടും കെഎസ്ആർടിസി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന പണിമുടക്കിൽ എല്ലാ ജീവനക്കാരും പങ്കെടുക്കണം. പക്ഷേ ഇത് അത്തരത്തിലുള്ള ഒരു പണിമുടക്കല്ല. ഈ പണിമുടക്ക് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ പണിമുടക്കിനെ കെഎസ്ആർടിസിയിലെ ആത്മാഭിമാനമുള്ള ജീവനക്കാർ തള്ളിക്കളയണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഇ. ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം. കണ്ണൻ, എം. മുരുകേശൻ, കെ. പ്രജേഷ് എന്നിവർ സംസാരിച്ചു. ആർ. ശിവകുമാർ, വി. രാജഗോപാൽ, എ. വിനോദ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. UTV ന്യൂസ്, പാലക്കാട്.